നമസ്കാരം, ഋഷിപ്രക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ നമുക്ക് ചതയ നക്ഷത്രക്കാരുടെ കൊല്ലവർഷം 1201 എങ്ങനെ ഉണ്ടാകുമെന്നുള്ള വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ചതയ നക്ഷത്രക്കാരുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള പൊതു സ്വഭാവത്തെ ഒന്നറിയാം. മുഖരോ ധൂർത്തോ വന്ദ്യോ ഗുണി ധനി ശത്രുഹ വിഷമശീല കൃപണോ വിശാല നേത്രോ വ്യസനി വരുണുജശ്ച സാഹസിക. അതായത് ചതയ നക്ഷത്രത്തിൽ ജനിച്ചവർ വളരെയേറെ സംസാരിക്കുന്നവരായിട്ടും ധൂർത്തരായിട്ടും വന്ധ്യതയുള്ളവരായിട്ടും അനേക ഗുണങ്ങളും ധനവും ഉള്ളവരായിട്ടും ശത്രുക്കളെ ജയിക്കുന്നവരായിട്ടും വിഷമ പ്രകൃതിയുള്ളവരായിട്ടും പിശുക്കരായിട്ടും വിസ്താരമേറിയ കണ്ണുകൾ ഉള്ളവരായിട്ടും വ്യസനവും സാഹസികത്വവും ഉള്ളവരായിട്ടും ഭവിക്കുമെന്നാണ്. ഇനി നമുക്ക് കൊല്ലവർഷം 1201 ചതയ നക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ടാകും എന്ന് പരിശോധിക്കാം. വ്യാഴം 5ലും 6ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. രാഹു ജന്മരാശിയിലാണ്. കേതു ആകട്ടെ 7ാം രാശിയിലും ശനി 2ലുമായിട്ടാണ് പുതുവർഷത്തിൽ പ്രധാന ഗ്രഹങ്ങളുടെ ഗോചരസ്ഥിതി. 7ാം ശനി അവസാനത്തെ 2.5 വർഷക്കാലത്തിലേക്ക് കടക്കുകയാണ്. രാഹു ആകട്ടെ ജന്മരാശിയിൽ പൂരിട്ടാതിയിലാണ്. വൃശ്ചിക മാസത്തിന് ശേഷം ചതയ നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതുമാണ്. ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. അതേസമയം ഒപ്പം പ്രതിസന്ധികളും ഉണ്ടായേക്കാം. വർഷഫലം പൊതുവെ ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് സമ്മിശ്രമായിരിക്കും. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ഓരോ ചുവടുവെപ്പിലും നല്ല കരുതൽ ഉണ്ടാകണം എന്നർത്ഥം. കൃത്യനിഷ്ഠയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന ശീലം കുറയാൻ പാടില്ല. ഉദ്യോഗസ്ഥരായിട്ടുള്ളവർക്ക് തൊഴിലിടത്തിൽ സ്വാധീനം വർദ്ധിക്കുന്ന സമയമാണ്. സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ വാക്കിന് വില കിട്ടുന്നതാണ്. പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനവോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികളായിട്ടുള്ള ചതയ നക്ഷത്രക്കാർക്ക് ആശിച്ച രീതിയിൽ ഉപരിപഠനം പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. വലിയ തീർത്ഥയാത്രകളൊക്കെ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. മാതാപിതാക്കളെയും പൊതുവെ കുടുംബാംഗങ്ങളെയും ഒക്കെ തൊഴിൽ സ്ഥലത്തേക്ക് ഒപ്പം കൂട്ടിക്കൊണ്ടുപോയി താമസിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. പ്രണയ സാഫല്യമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ സാഹചര്യം ഉണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ സന്താന പ്രാപ്തി ആഗ്രഹിക്കുന്നവർക്കും സന്താനങ്ങളെ ലഭിക്കുന്നതാണ്. പുതിയ വീട് പണിയൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നവർക്ക് ആ പണികളൊക്കെ പതുക്കെ കാലതാമസം ഉണ്ടാകാനും അത് നീണ്ടുപോകാനുമുള്ള സാഹചര്യങ്ങളുണ്ട്. ആരോഗ്യപരമായി വിഷമതകൾ ഉണ്ടായിരുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള പനി, ജലദോഷം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. എന്നിരുന്നാലും വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട്. അതിനെ എല്ലാം ഇല്ലാതാക്കി ആരോഗ്യം നേടിയെടുക്കാൻ സാധിക്കുന്നതുമാണ്. ചതയ നക്ഷത്രം അറിയേണ്ടതെല്ലാം എന്നുള്ള എന്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. 2 ഭാഗങ്ങളിലായി ചെയ്ത ആ വീഡിയോ നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനം ചെയ്യുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് പൂരിട്ടാതി നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ ഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.